ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSC വേൾഡ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്കുള്ള നിയമന ശുപാർശ നേരിട്ട് നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വിളിച്ച് വരുത്തി അവരിൽ നിന്നും NOC വാങ്ങി തൊട്ട് താഴെയുള്ള റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആൾ തന്നെ പല ലിസ്റ്റിലും ഉണ്ടാകും. അപ്പോൾ ആ ഒരാൾ ഒരു ബാങ്കിലേക്കോ അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്കോ മാത്രമേ അപ്പോയിൻമെൻറ്റ്സ് എടുക്കുകയുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന തൊട്ട് താഴെയുള്ള റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്ക് കൊടുക്കണമെങ്കിൽ ഈ ഫസ്റ്റിലെ ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യണം, NOC കൊടുത്താൽ മാത്രമേ താഴെയുള്ള ആൾക്ക് ആ ബാങ്കിലേക്ക് നിയമനം കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിലേ ആവുന്നുണ്ട് CSEBയിൽ. അപ്പം CSEB അതുകൊണ്ടാണ് നേരിട്ട് എല്ലാവരെയും വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്തത്. പക്ഷെ ഞാൻ പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഒറ്റ ലിസ്റ്റായിട്ട് PSC കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാളെ എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത റാങ്ക് ലിസ്റ്റ് ഉള്ള ആൾക്ക് അടുത്ത ബാങ്കിൽ കൊടുക്കാം. അപ്പോൾ ഈ NOCയുടെ ആവശ്യം വരുന്നില്ല, ഇത്രയും ഡിലേ വരുന്നില്ല. അപ്പം അങ്ങനെ ഒരു കാര്യം CSEB ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും വരുന്ന കാലത്ത്. അപ്പം ഓൺലൈൻ രജിസ്ട്രേഷനൊക്കെ ആക്കിയ സ്ഥിതിക്ക് ഇനി അങ്ങനെയും മാറ്റങ്ങൾ വരാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ എന്താ അപ്ഡേഷൻ കാര്യം എന്ന് വെച്ചാൽ നമുക്കതെന്താണെന്ന് നോക്കാം. അതായത് നിയമന ശുപാർശ നേരിട്ട് കൈമാറിയും ഒന്നിലധികം ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടവരിൽ നിന്ന് കൈയോടെ NOC വാങ്ങിയും പ്രാഥമിക സഹകരണ സംഘം ബാങ്കുകളിലെ നിയമനം സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് വേഗത്തിലാക്കി തുടങ്ങി. കഴിഞ്ഞ ഒക്ടോബർ 15 അതായത് 10/2022 വിജ്ഞാപന പ്രകാരമുള്ള ജൂനിയർ ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമന ശുപാർശയാണ് ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് കൈമാറിയിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ സഹകരണ സംഘം ബാങ്കുകളിലേക്കുള്ള നിയമന ശുപാർശ ഡിസംബർ 7 തിരുവനന്തപുരത്തും ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ നിയമന ശുപാർശ 14 എറണാകുളത്തും, അതുപോലെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ നിയമന ശുപാർശ 16 കോഴിക്കോട്ടുമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒന്നിലധികം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ നിന്ന് NOC വാങ്ങി നിയമന ശുപാർശ നേരിട്ട് നൽകുന്നതിനാൽ കാലതാമസം പരമാവധി ഒഴിവാക്കാൻ കഴിയുമെന്ന് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ചെയർമാൻ SU രാജീവ് വ്യക്തമാക്കി. ഒരേ വിജ്ഞാപന പ്രകാരം ഒന്നിലധികം സഹകരണ സംഘം ബാങ്കുകളിലേക്ക് മിക്കവരും അപേക്ഷ നൽകാറുണ്ട്. ഒന്നിലധികം ലിസ്റ്റുകളിൽ ഉൾപ്പെടുന്നവർ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ നിന്ന് നിയമനം സ്വീകരിക്കുകയും മറ്റുള്ളവ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ളവരിൽ നിന്ന് NOC വാങ്ങിയാണ് റാങ്ക് ലിസ്റ്റിൽ തൊട്ടു താഴെയുള്ളവർക്ക് നിയമനം നൽകുന്നത്. ഈ നടപടിക്രമങ്ങൾക്ക് ഏറെ കാലതാമസം നേരിടാറുണ്ട്. അതിനാലാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയെല്ലാം നേരിട്ട് വിളിച്ചു വരുത്തി NOC വാങ്ങുകയും അർഹരായവർക്കെല്ലാം നിയമന ശുപാർശ നേരിട്ട് നൽകുകയും ചെയ്തത്. ഈ പരിഷ്കാരം മറ്റ് തസ്തികകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്. അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇങ്ങനെ ചെയ്തതും അതുപോലെ ഒരു ലിസ്റ്റാക്കി മാറ്റി എങ്ങനെ നമുക്ക് കുറച്ചും കൂടി സ്പീഡപ്പായിട്ട് അപ്പോയിൻമെൻറ്റ്സ് കൊടുക്കാമെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക.